പ്രതികൂല കാലാവസ്ഥയും പന്നിശല്യവും മൂലം പൊറുതിമുട്ടി നിരവധി കർഷകർ വലയുന്നു. ഇതെല്ലാം അതിജീവിച്ച് കർഷകർ നിത്യജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയാണ്. നേരത്തെ എത്തിയ കൊടും വേനൽ ചൂടിൽ വാടി വീഴുന്ന വാഴകളും പച്ചക്കറികളും വേനൽ മഴയില്ലാതായതോടെ വരണ്ടുണങ്ങുകയാണ്. കൃഷിയിടത്തിലും നാട്ടിലും സ്വൈര്യവിഹാരം നടത്തുന്ന പന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതും കർഷകർക്ക് തിരിച്ചടി. കടങ്ങൾ വീട്ടാനാകാതെ ജപ്തി ഭീഷണിയുടെ നടുക്കിലാണ് മിക്ക കർഷകരുമുള്ളത്. കൃഷിയില്ലാതെ മുന്നോട്ടു പോവുക സാധ്യവുമല്ല. കൃഷിയെ തപസ്യയാക്കി തന്നെയാണ് ജൈവ കർഷകനായ വിനോദ് മണശ്ശേരി കൃഷിയുമായി പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകുന്നത്. അടുത്ത വിളവെടുപ്പിന് കടം വീട്ടാമെന്ന പ്രതീക്ഷയോടെ വർഷാവർഷം കൃഷി ഇറക്കുന്നു. പക്ഷേ ലാഭനഷ്ടങ്ങൾ നോക്കാതെ 3.5 ഏക്കറിൽ നെല്ല്, 3000 നേന്ത്രവാഴ, മഞ്ഞൾ, ഇഞ്ചി, കച്ചോളം, കൂവ, പച്ചക്കറികൾ എല്ലാമായി പുൽപ്പറമ്പ്, മണാശ്ശേരി, മുത്തേരി എന്നിവിടങ്ങളിലായി 7.5 ഏക്കറിൽ ജൈവ കൃഷി നടത്തുന്നുണ്ട് വിനോദ് മണാശ്ശേരി. ഇപ്പോൾ നെല്ലിന്റെ വിളവെടുപ്പ് സമയമാണ്. രക്തശാലി നെല്ലിന് വിപണിയിൽ കിലോയ്ക്ക് 300 രൂപ വരെ ലഭിക്കും. തവിട് നഷ്ടപ്പെടുത്താതെ കുത്തരി, നെല്ലരി പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, സ്ത്രീജന്യമായ അസുഖങ്ങൾക്കും ഉത്തമമാണെന്ന് പറയുന്നു. പൊതുവെ പല രീതിയിലും കൃഷി വെല്ലുവിളിയാകുമ്പോൾ കേരളത്തിൽ തന്നെ ഇത്രയധികം സ്ഥലത്ത് പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച ജൈവ കൃഷി നടത്തുന്നവർ വിനോദിനെ പോലുള്ള വിരള കർഷകർ മാത്രമായിരിക്കും.